ഡിയേഴ്സ്, നമ്മൾ അവസാനം കാത്തുനിന്ന നമ്മുടെ NMMS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് NMMS എക്സാം എഴുതേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, എങ്ങനെ അപ്ലൈ ചെയ്യാം, എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന NMMSനെ പ്രിപ്പയർ ചെയ്യുന്നതും എഴുതാൻ ആഗ്രഹമുള്ള മക്കളിലേക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം. കാരണം അവർക്ക് ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. യെസ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു എക്സാമിനേഷൻ, സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ് NMMS എന്ന് പറയുന്നത്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 2024-25 അധ്യയന വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് NMMS എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ കാണുന്ന വെബ്സൈറ്റ്, അതായത് നമ്മുടെ പരീക്ഷാ ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് NMMS എക്സാമിനേഷന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, NMMS പരീക്ഷയ്ക്ക് നമുക്ക് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, NMMS പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് എന്തില്ല, ഫീസ് ഇല്ല. കുറച്ച് ക്രൈറ്റീരിയാസ് മാത്രമേ ഉള്ളൂ. ആ ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അർഹതരാകുന്ന കുട്ടികൾക്ക്, അതായത് 9, 10, 11, 12 ക്ലാസ്സുകളിൽ എന്ത് കിട്ടുന്നുണ്ട്, സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. നമുക്ക് പ്രതിവർഷം എത്രയാണ്, 12,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് 9, 10, 11, 12 4 വർഷം 12,000 വെച്ചിട്ട് നമുക്ക് മൊത്തം എത്ര രൂപ കിട്ടുന്നുണ്ട്, 48,000 രൂപ വരെ നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് ലഭിക്കും കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷാ സമർപ്പണം ഡേറ്റ് അല്ലേ, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാന്നൊക്കെ അറിയണം. 23/9/2024 മുതൽക്ക് 15/10/2024 വരെയാണ് നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ അവസാന ഡേറ്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇപ്പോഴേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിത്തിൻ ഫ്യൂ ഡേയ്സിന് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തമായോ അല്ലെങ്കിൽ സ്കൂൾ മുഖാന്തരമോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ NMMS എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിൽ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ മേൽ സ്കൂൾ മേധാവി 25/10/2024 വൈകിട്ട് 5 മണിക്ക് മുൻപായി വേരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കൂൾ അധികൃതരാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത്ര മാത്രം ആലോചിക്കുക, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് 15/10 ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് പറയാം. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പറയുന്ന സൈസ് ഫോർമാറ്റ് സഹിതം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് യോഗ്യത സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. ആർക്കാണ് ഈ NMMS എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ 2024-25 അധ്യയന വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് NMMS എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നത്. മാത്രമല്ല റെസിഡൻഷ്യൽ, ശ്രദ്ധിക്കണേ, സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ, മറ്റ് അംഗീകൃത സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയം, ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രസ്തുത സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പറഞ്ഞ സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, NMMS എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ, അതായത് സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളും എയ്ഡഡ് സ്കൂളിലും പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അർഹതരായിട്ടുള്ളത്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 7ാം ക്ലാസ്സിൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് വേണം, വാർഷിക പരീക്ഷയിൽ 55% മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം. എന്നാൽ മാത്രമേ 55% മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ SC ST വിഭാഗത്തിൽ പെടുന്ന മക്കൾക്ക് എത്രയാണ്, 50% നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷാകർത്താക്കളുടെ, അതായത് നമ്മുടെ പാരന്റ്സിന്റെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ നിന്നും അധികമാവാനും അധികരിക്കുവാനും പാടില്ല. 3.5 ലക്ഷം വരെ നമ്മുടെ വാർഷിക വരുമാനം വരുന്ന പാരന്റ്സിന്റെ മക്കൾക്കാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, NMMS സ്കോളർഷിപ്പ് എഴുതാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. NMMS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും എന്ത് ചെയ്തിരിക്കണം, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് തുക അനുവദിച്ചു നൽകുകയുള്ളൂ. ഇനി 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 9, 10, 11, 12 ക്ലാസ്സുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞ എയ്ഡഡ് അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ആ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാമിനേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ
ഗ്രേഡും അതുപോലെ തന്നെ ഗ്രേഡ് പോയിന്റും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ്, അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ. ഈ പറയുന്ന രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡി ആയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, വരുമാന സർട്ടിഫിക്കറ്റ്. ശ്രദ്ധിക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. PDF ഫോർമാറ്റിലായിരിക്കണം. മാത്രമല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് PDF ഫോർമാറ്റിൽ എത്ര സൈസിലാണ്, 100 KB താഴെ സൈസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. SC ST കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നമുക്ക് എവിടെന്നാണ് ലഭിക്കുന്നത്, വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, യെസ്, ഈ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എന്നാലേ അതിന്റെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അല്ലെ, നമുക്ക് എന്താ ഭിന്നശേഷിയുള്ള മക്കളാണ്, അവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാം അല്ലെ. അവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഹാജരാക്കണം. അതും അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, യെസ്, അപ്ലോഡ് ചെയ്തിരിക്കണം. ഇപ്രകാരമുള്ള ആളുകൾ എന്ത് ചെയ്യണം, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി എന്താണ്, യെസ്, 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിന്റെ സൈസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 150x200 പിക്സൽ ആയിരിക്കണം. 2 KB മുതൽ 3 KB വരെ വലുപ്പമുള്ളതായിരിക്കണം. JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് റെഡിയായി, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി, ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, പാരന്റ്സിന്റെ സാലറി എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. 23rd മുതൽക്ക് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പരീക്ഷയുടെ സിലബസും ഘടനയും നമുക്ക് 2 പേപ്പേഴ്സ് ആണുള്ളത്. പാർട്ട് 1 എക്സാമും അതുപോലെ തന്നെ പാർട്ട് 2 എക്സാമും. പാർട്ട് 1 മാറ്റ് പരീക്ഷയാണ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് സാറ്റ് എക്സാമിനേഷൻ ആണ്. എന്താണ്, സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്സ് ടെസ്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ചാനൽ ഇനിയുള്ള അപ്കമിംഗ് ഡേയ്സിൽ ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം NMMS നമ്മുടെ കൂടെ നമ്മൾ ഒന്നിച്ച് പഠിച്ച് മുന്നേറി നേടിയെടുക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നന്നായി പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നത്. സോ NMMS റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏകൻ തന്നെയായിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. യെസ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റും സാറ്റും പറഞ്ഞു. മാറ്റിന്റെ ഡീറ്റെയിൽസും ഏതൊക്കെയാണ് പോർഷൻസ് ആണുള്ളത്, സിലബസ് ഏതൊക്കെയാണുള്ളത്, സാറ്റിന്റെ അകത്ത് നമുക്കുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എത്ര മാർക്കിന്റെ ആണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ്, എക്സാം ഡേറ്റ് ആണല്ലേ, 16-ാം തീയതി. ശ്രദ്ധിക്കണേ, 16-11-2024 ശനിയാഴ്ച പാർട്ട് 1 മാറ്റ് പരീക്ഷയാണ് നടക്കുന്നത്. സമയം എന്ന് പറയുന്നത് രാവിലെയാണ്, 10 മണി മുതൽ 11:30 വരെയാണ്. താഴെ തന്നിരിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാത്രമാണ് ഒരു ടൈം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 16-ാം തീയതി ശനിയാഴ്ച പാർട്ട് 2, അതായത് നമ്മുടെ സാറ്റ് പരീക്ഷ ഉച്ചക്കാണ് നടത്തുന്നത്. 1:30 മുതൽക്ക് 3 മണി വരെയാണ്. സോ എക്സാം ഡേറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ട സമയമാണ്. ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല, സ്കിപ്പ് ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഏകൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മാക്സിമം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. സോ എല്ലാ വീഡിയോസും, എല്ലാ ലൈവ് ക്ലാസ്സുകളും, കോണ്ടന്റ് വീഡിയോസും, ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും NMMS റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ സീ യു സൂൺ.